നിറഞ്ഞ പുഞ്ചിരിയോടെ ഓടി വരുന്ന ശ്രീനന്ദയെ നോക്കി വണ്ടിയിലിരിക്കുകയാണ് അഥർവ്. ഒരുപാട് നേരമായോ വന്നിട്ട്? ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നതിനിടയിൽ ശ്രീനന്ദ അവനോട് ചോദിച്ചു. ഇല്ലടോ, ഒരു 10 മിനിറ്റ്. പോകാം. അവൻ ചോദിച്ചതും ശ്രീനന്ദ തലകുലുക്കി. അഥർവ് വണ്ടി മുന്നോട്ടെടുത്തു. ശ്രീനന്ദയ്ക്കാണെങ്കിൽ വെപ്രാളവും പരവേശവും ഒക്കെ കൂടി ആകെ വല്ലാത്തൊരു ഭാവമായിരുന്നു. അതൊക്കെ ഇടം കണ്ടാൽ അവൻ നോക്കി കാണുന്നുമുണ്ട്. എടോ, തനിക്ക് വിശക്കുന്നുണ്ടോ? അവൻ ചോദിച്ചതും ഇല്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു. അതെന്താ ഇത്ര നേരായിട്ടും തനിക്ക് വിശക്കാത്തത്? ഇന്റർവെൽ ടൈമിൽ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അയ്യോ ഇല്ല, ഞാനങ്ങനെ ഇവിടെ ക്യാൻറ്റീനിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാറില്ല. അവൾ പെട്ടെന്ന് പറഞ്ഞു. പിന്നെന്താ വിശക്കാത്തത്? ഇത്ര നേരായിട്ടും വിശപ്പില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ടി വരുമല്ലോ. അഥർവ് ഗൗരവത്തോടെ പറഞ്ഞു. വിശപ്പൊക്കെ ഉണ്ട്, ചെറുതായിട്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചായയൊക്കെ കുടിക്കുമ്പോഴേക്കും അത് മാറിക്കോളും. അവളുടെ ആ നിഷ്കളങ്കമായ സംസാരം കേട്ട് അവൻ ചെറുപുഞ്ചിരിയോടെ ഇരുന്നു. അപ്പോഴാണ് അഥർവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ബ്ലൂടൂത്ത് വഴി കോൾ അറ്റൻഡ് ചെയ്യാനായി സ്ക്രീനിലേക്ക് നോക്കിയപ്പോഴാണ് ഓഫീസിൽ നിന്നുള്ള കോളാണെന്ന് അവൻ ശ്രദ്ധിച്ചത്. നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് വണ്ടി ഒതുക്കി നിർത്താൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ തന്നെ കോൾ എടുത്തു. ഹലോ സർ, ഞാൻ മിഥുനാണ്. എന്താ മിഥുൻ? സർ, ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. അവൻ കോൾ കട്ട് ചെയ്തു. ഏട്ടൻ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? ശ്രീനന്ദ ചോദിച്ചതും അവൻ തലകുലുക്കി. എന്നെ വിളിക്കാൻ വന്നതുകൊണ്ട് ഏട്ടന് ബുദ്ധിമുട്ടായില്ലേ? വീണ്ടും അവൾ ചോദിച്ചതും അവൻ അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. അത് കണ്ടതും അവൾക്ക് പെട്ടെന്ന് ചിരി വന്നു. കൈകൊണ്ട് വായ പൊത്തിപ്പിടിച്ച് അവൾ ശബ്ദം പുറത്തു വരാതെ ചിരിച്ചു. അഥർവ് ശ്രീനന്ദയുമായി നേരെ പോയത് ഒരു കോഫി ഷോപ്പിലേക്കാണ്. എന്നാൽ വൈകിയാൽ അമ്മ വിഷമിക്കുമല്ലോ എന്ന ചിന്തയാണ് ശ്രീനന്ദയ്ക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. ഏട്ടാ, നമുക്ക് വീട്ടിൽ പോയിട്ട് കോഫി കുടിച്ചാൽ പോരെ? അമ്മയോടെ കാത്തിരിക്കായിരിക്കും. അമ്മ കാത്തിരുന്നോട്ടെ, അതിനെന്താ? അവനൊരു കള്ളച്ചിരിയോടെ മറുപടി നൽകി. അതല്ലേട്ടാ, ഞാൻ എല്ലാ ദിവസവും ചെല്ലുന്ന സമയം കഴിഞ്ഞാലേ അമ്മയ്ക്ക് ടെൻഷനാ. ഓക്കെ, താൻ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിച്ചു പറ, നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിട്ടേ വരുള്ളൂന്ന്. അയ്യോ, എനിക്ക് പേടിയാ. എന്തിന്? സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം തനിക്ക് ആ വീട്ടിലില്ലേ? അങ്ങനല്ലേട്ടാ ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനാണെന്ന്? അത് പിന്നെ അമ്മ പാവമാണ്, എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. അമ്മ ഒരിക്കലും എന്നെ ഒരു കുഞ്ഞു വഴക്കുപോലും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രശ്നം? അമ്മയോട് വിളിച്ചു പറ, ഞാൻ കോഫി കുടിച്ചിട്ട് വരാന്ന്. എനിക്കെന്തോ ഒരു മടി പോലെ. എൻ്റെ കൂടെ വരുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് തിരിച്ചു പോകാം. അവൻ വണ്ടി റിവേഴ്സ് എടുക്കുവാൻ തുടങ്ങിയതും പെട്ടെന്ന് ശ്രീനന്ദ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. ഏട്ടനൊന്ന് വിളിച്ചു പറയാമോ? എന്ത്? അല്ല, നമ്മൾ രണ്ടാളും കോഫി കുടിക്കാൻ കയറിയെന്ന്. താൻ എന്തിനാടോ ഇത്രയ്ക്ക് പേടിക്കുന്നത്? എന്റെ അമ്മയൊരു പാവാണെന്നല്ലേ താൻ പറഞ്ഞത്? അപ്പൊ ധൈര്യമായിട്ട് താൻ തന്നെ വിളിക്ക്. എന്താണെന്ന് അറിയില്ലേട്ടാ, എനിക്കാകെ കൂടി ഒരു വല്ലായ്മ പോലെ. എങ്കിൽ ശരി, നമുക്ക് തിരിച്ചു പോകാം. അഥർവ് അപ്പോൾ തന്നെ വണ്ടി തിരിക്കുകയും ചെയ്തു. ശ്രീനന്ദയ്ക്കാണെങ്കിൽ സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മിണ്ടാനും പറ്റാത്ത അവസ്ഥ. അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അഥർവിന് സത്യത്തിൽ ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ ഗൗരവം നടിച്ചിരുന്നു. സ്വന്തം പെണ്ണിനോട് ഒരുമിച്ച് ഒരു കോഫി കുടിക്കാന്ന് വെച്ചപ്പോൾ അതിനു പോലും അവൾക്ക് ഭയമാണ്. ഇവളുടെ ഈ പേടിയും മടിയുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവനൊന്നും മിണ്ടാതായതോടെ ശ്രീനന്ദ മുഖം ചിരിച്ച് അവനെ ഒന്നു നോക്കി. ഗൗരവത്തിൽ നേരെ നോക്കി വണ്ടി ഓടിക്കുകയാണ് അഥർവ്. എന്നോട് പിണക്കുണ്ടോ? പതിയെ അവൾ ചുണ്ടനക്കി. അവൻ പക്ഷെ ഒന്നും മറുപടി കൊടുത്തില്ല. ഏട്ടാ, അവന്റെ ഇടം കൈത്തണ്ടയിൽ അവൾ ചെറുതായി ഒന്ന് കൊട്ടി. എന്നോട് പിണക്കാണോ നീ? ഇവിടെ എവിടെയെങ്കിലും കോഫി ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കയറിയാലോ? തൽക്കാലം ഇയാളോടൊപ്പം ഇനി എവിടെയും കയറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്നുള്ള അവന്റെ മറുപടിയിൽ ശ്രീനന്ദയുടെ നെഞ്ചു പിടഞ്ഞു. തനിക്ക് എന്നോടൊപ്പം വരാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഇനി എവിടേക്കും ഞാൻ ഇയാളെ കൂട്ടി പോകില്ല. നാളെ മുതൽ ഡ്രൈവറെ ഏർപ്പാടാക്കിക്കോളാം. രാവിലെയും വൈകിട്ടും ഡ്രൈവർ തന്നെ കോളേജിൽ കൊണ്ടുപോയി ആക്കും. ഇനി അഥർവ് വന്നിട്ട് ഇയാളെ ബുദ്ധിമുട്ടിക്കത്തില്ല.
അവനത് പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ പൊട്ടിക്കരയുന്ന മട്ടിലാണ് പെണ്ണിന്റെ ഇരിപ്പ്. എങ്കിലും അവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്നോർത്ത് അവനും ഗൗരവം ഒന്നും കുറിക്കാതെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. ശ്രീനന്ദയുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നിട്ടും സങ്കടം കാരണം അവൾക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കാർ അവരുടെ വീടിനടുത്ത് എത്താറായപ്പോൾ ശ്രീനന്ദ അഥർവിന്റെ കയ്യിൽ കയറി പിടിച്ചു. ഹാ, എന്ത് തോന്നിവസമാണ് ഈ കാണിക്കുന്നത്? ഇപ്പൊ വണ്ടി ഞാൻ ഇടിക്കില്ലായിരുന്നോ? അവൻ ശബ്ദമുയർത്തി ചോദിച്ചു. പെട്ടെന്ന് തന്നെ ശ്രീനന്ദ കൈ പിൻവലിച്ച് നേരെയിരുന്നു. വീട്ടിലെത്തിയ ശേഷം അവളാണ് ആദ്യം കാറിൽ നിന്നിറങ്ങിയത്. ആര്യൻകുട്ടൻ പതിവ് പോലെ അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ശ്രീനന്ദയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഇന്ദിരയ്ക്ക് എന്തോ സങ്കടമെന്ന് തോന്നി. എന്താ മോളെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? നിനക്ക് എന്തു പറ്റി? അവർ ചോദിക്കുന്ന കേട്ടുകൊണ്ടാണ് അഥർവും അങ്ങോട്ട് കയറി വന്നത്. ഉച്ച കഴിഞ്ഞപ്പോ മുതൽ നേരെ ഒരു തലവേദന പോലെയുണ്ടമ്മേ. ശ്രീനന്ദ മറുപടി നൽകി. അയ്യോ, ഇനി പനിക്കാനെങ്ങാനും ആണോ ആവോ? അവർ ശ്രീനന്ദയുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. ചൂടൊന്നുമില്ല, എങ്കിലും പനിയുടെ തുടക്കമാണോന്നറിയില്ല. മോളുവ, അമ്മ ഒരു കോഫി എടുത്തു തരാം. അവർ ശ്രീനന്ദയും കൂട്ടി അകത്തേക്ക് പോകുന്നത് നോക്കി അഥർവ് നിന്നു. ആര്യൻകുട്ടനും ശ്രീനന്ദയും ഹോളിലെ സെറ്റിയിൽ പോയിരുന്നു. ശ്രീനന്ദയാണെങ്കിൽ അഥർവിനെ നോക്കുന്നുപോലുമില്ല. അവൻ നേരെ മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇന്ദിര പിന്നിൽ നിന്നും വിളിച്ചു. മോനെ, കോഫി കുടിച്ചിട്ട് പോകാം. എനിക്കിപ്പോ വേണ്ടമ്മേ, ഇത്തിരി കഴിഞ്ഞു മതി. അമ്മയുടെ ചോദ്യം അത്ര ഗൗനിക്കാതെ അഥർവ് മുകളിലേക്ക് കയറിപ്പോയി. ഇന്ദിരയുടെ നെറ്റി ചുളിഞ്ഞു. ഇനി ഇവർ തമ്മിൽ പിണങ്ങിയോ എന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചു. അച്ഛനോടെ ശ്രീനന്ദ ചോദിച്ചതും ഇന്ദിര പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ ആരെയോ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയതാ മോളെ. എപ്പോഴാ മോളെ നിനക്ക് തലവേദന തുടങ്ങിയത്? ഉച്ചയ്ക്ക് ശേഷമാണമ്മേ. മോൾ എന്തായാലും ഈ കോഫി കുടിച്ചിട്ട് പോയി കുറച്ചു സമയം റെസ്റ്റ് എടുക്ക്. അവിടെ ബാമിരിപ്പുണ്ട്, അതെടുത്ത് ഇത്തിരി പുരട്ടിക്കോ. കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം. ഇന്ദിര പറഞ്ഞപ്പോ അവൾ തലയാട്ടി. ആന്റി. ആര്യൻകുട്ടൻ അവളുടെ കൈത്തണ്ടയിൽ തോണ്ടി. എന്താ മോനെ? ആന്റി എന്നോടൊരു കാര്യം പ്രോമിസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ചപ്പോ എനിക്കൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ശ്രീനന്ദയും ആ കാര്യത്തെപ്പറ്റി ഓർത്തത്. ആന്റി, മോന് സർപ്രൈസ് തരാട്ടോ. ഇന്നല്ല, അടുത്ത ദിവസം. അവൾ അവന്റെ നെറുകയിൽ തലോടി. അത് കേട്ടതും അവൻ തലയാട്ടി സമ്മതിച്ചു. ആര്യൻകുട്ടന് ക്ലാസ് ടെസ്റ്റിന്റെ മാർക്ക് കിട്ടിയോ? അവൾ ചോദിച്ചതും കിട്ടിയെന്ന് പറഞ്ഞ് അവൻ ഓടിച്ചെന്ന് ബാഗ് തുറന്നു. കണക്കിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. റിസൾട്ടൊക്കെ കൊണ്ടുവന്നവൻ അവളെ എടുത്തു കാണിച്ചു. രണ്ടാളും ഇത്തിരി നേരം സംസാരിച്ചിരുന്ന ശേഷം ശ്രീനന്ദ നേരെ മുകളിലേക്ക് പോയി. ആര്യൻകുട്ടൻ വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൻ ഇല്ലെന്ന് പറഞ്ഞു. ഈ സമയത്തൊക്കെ അവൻ മിക്കവാറും അച്ഛമ്മയോടൊപ്പം TV കാണാറാണ് പതിവ്. കാർട്ടൂൺ കാണാൻ അവന് വലിയ ഇഷ്ടവുമാണ്. അവൻ അവിടെ തന്നെ ഇരിക്കുമെന്നുള്ളതോ ഉറപ്പുള്ളതുകൊണ്ട് ശ്രീനന്ദ മുകളിലേക്ക് നടന്നു. അവൾ റൂമിലെത്തിയപ്പോൾ അഥർവ് അവിടെ ഉണ്ടായിരുന്നില്ല. ഓഫീസ് റൂമിൽ നിന്നും അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. ശ്രീനന്ദ മുറി കയറി വാതിലടച്ചു. വേഷമൊക്കെ മാറിയ ശേഷം ഒന്ന് ഫ്രഷ് ആകാനായി അവൾ വാഷ്റൂമിലേക്ക് പോയി. കുളിച്ചിറങ്ങി വന്നിട്ടും അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. ഏട്ടനോടൊപ്പം കോഫി ഷോപ്പിൽ കയറാതിരുന്നത് മോശമായി പോയി എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അമ്മയോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. അമ്മ ഒരു വഴക്കും പറയില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അപ്പോൾ അവൾക്ക് അതിനൊന്നും തോന്നിയില്ല. ചേ, പാവോ ഏട്ടൻ എന്ത് കരുതി കാണും. ഏട്ടനോടൊരു സോറി പറഞ്ഞാലോ എന്ന് കരുതി മനസ്സിനെ ധൈര്യപ്പെടുത്തി അവൾ ഓഫീസ് റൂമിലേക്ക് നടന്നു. അഥർവാണെങ്കിൽ അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ലാപ്ടോപ്പിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. ഏട്ടൻ ബിസിയാണോ എന്ന് 2 തവണ അവൾ ചോദിച്ചു. എന്നാൽ അവന് ഒരു മറുപടിയും നൽകിയില്ല. ഒടുവിൽ കണ്ണ് നിറഞ്ഞുകൊണ്ടവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. റൂമിലെത്തിയിട്ട് അവൾക്ക് സങ്കടം അടക്കാനായില്ല. അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ ശ്രീനന്ദ ഇത്തിരി നേരം വിഷമിച്ചിരുന്നു. അപ്പോഴാണ് ബാഗിലിരുന്ന ഫോൺ റിങ് ചെയ്തത്. കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ സൈലന്റ് മോഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ശ്രീനന്ദ ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവൾ കരുതിയതുപോലെ തന്നെ പാർവതിയായിരുന്നു അത്. ഹലോ പാറു. ആ ശ്രീ, ഞങ്ങൾ നാട്ടിലെത്തി. അതെയോ, എപ്പോ വന്നു? ഉച്ചയായപ്പോഴേക്കും വന്നു. നീ ഇന്ന് കോളേജിൽ പോയിരുന്നോ? പോയിട്ട് ഞാൻ മടങ്ങി എത്തിയതേ ഉള്ളൂ. പാറു, നീ നാളെ വരുവോ? വരുംടാ, നാളെ ഞാൻ വരും. ഏട്ടൻ എങ്ങനെയുണ്ട്? ഏട്ടനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി.
അങ്ങനെ 10 മിനിറ്റോളം ശ്രീനന്ദയും പാർവതിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. അഥർവ് റൂമിലേക്ക് വന്നതും ശരി നാളെ കാണാന്ന് പറഞ്ഞു ശ്രീനന്ദ വേഗം കോൾ കട്ട് ചെയ്തു. പാർവതിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചതുമില്ല. ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷം അവനും കുളിക്കാനായി പോയി. ഹോംവർക്ക് ചെയ്യാനുള്ള ബുക്കുകളൊക്കെ ശ്രീനന്ദ ബാഗിൽ നിന്നെടുത്ത് പുറത്തു വെച്ചു. പക്ഷെ പഠിക്കാനൊന്നും ഒരു ഉഷാറും തോന്നുന്നില്ല. ഏട്ടനൊന്നും മിണ്ടാതായപ്പോൾ തന്റെ ഹൃദയം ഇത്രമാത്രം വേദനിച്ചുവല്ലോ എന്ന് അവൾ ഓർത്തു. പാവം, തന്നെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ വേണ്ടിയല്ലേ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ചായ പോലെ കുടിക്കാതെ ആയിരിക്കും വന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരുമിച്ച് കയറാൻ വേണ്ടി കാത്തിരുന്നതും. താൻ എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് കാണിച്ചതെന്ന് അവൾ സ്വയം കുറ്റപ്പെടുത്തി. പെട്ടെന്ന് വാഷ്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ശ്രീനന്ദ തിരിഞ്ഞു നോക്കി. ഒരു ഇളം പിങ്ക് നിറമുള്ള ബാത്തവിൽ മാത്രം അരയിൽ ചുറ്റിക്കൊണ്ട് അതിർവ് കയറി വരുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു കളഞ്ഞു. അവൻ നേരെ വന്ന് മുറിയുടെ ചാരിയിട്ടിരുന്ന വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. അപ്പോഴേക്കും ശ്രീനന്ദ കസരയിൽ നിന്ന് എഴുന്നേറ്റ് മുഖം താഴ്ത്തി നിൽക്കുകയാണ്. അതിർവ് അരികിൽ വന്ന് നിന്നിട്ടും പെണ്ണിനെ മുഖം ഉയർത്താനാവുന്നില്ല. അവന്റെ നന്നേ വെളുത്ത കാലുകളിലേക്കായിരുന്നു അവളുടെ നോട്ടം. മുട്ടിന് കീഴ്പോട്ട് അനാവൃതമായ അവന്റെ കാലുകളും വെട്ടിയൊതുക്കിയ വൃത്തിയുള്ള നഖങ്ങളും ഒക്കെ നോക്കി അവൾ നിന്നു. ഇവിടെ നോക്ക് ശ്രീനന്ദ, അതിർവ് അല്പം ശബ്ദമുയർത്തി പറഞ്ഞത്. പേടിയോടെ അവൾ മുഖമുയർത്തി. നിനക്കെന്താ ഇത്രയ്ക്ക് നാണം? ഞാൻ അടുത്തു വരുമ്പോൾ മാത്രമേ ഉള്ളൂ നിന്റെ ഈ നാണമൊക്കെ? അവന്റെ ശബ്ദത്തിലെ ഗൗരവം അവൾ തിരിച്ചറിഞ്ഞു. അവൻ ചോദ്യഭാവത്തിൽ നോക്കിയപ്പോൾ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഞാൻ നിന്റെ ആരാണ്? വീണ്ടും അവൻ ഗൗരവത്തിൽ ചോദിച്ചു. എന്റെ ഭർത്താവ്. പറയുമ്പോൾ അവളുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. സങ്കടം ഇരച്ച് കയറി വന്നു. പിന്നെന്തിനാടോ ഞാൻ അടുത്തേക്ക് വരുമ്പോൾ താനിങ്ങനെ മുഖം താഴ്ത്തി നിൽക്കുന്നത്? അത് ഏട്ടൻ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതല്ലേ. ഷർട്ടൊക്കെ ഇടാതെ നിന്നപ്പോ ഇനി ഞാൻ നോക്കിയാൽ ഏട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമെന്ന് കരുതി. വിക്കി അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ശരിക്കും അതിർവിനുള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു. അവളുടെ വെപ്രാളവും പരിഭ്രമത്തോടെയുള്ള പറച്ചിലുമൊക്കെ കണ്ടപ്പോൾ അവൻ അവളോട് ഒരുപാട് സ്നേഹം തോന്നി. എങ്കിലും ഗൗരവം ഒട്ടും വിടാതെ അവൻ അവളുടെ മുമ്പിൽ തന്നെ നിന്നു. ഞാൻ ഷർട്ടിടാതെ തന്നെ വന്ന് തന്റെ അരികിൽ നിന്നെന്ന് കരുതി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, അവൾ ചുമൽ ചലിപ്പിച്ചു. പിന്നെന്താ താനിങ്ങനെ മുഖം താഴ്ത്തി പഴയ സിനിമകളിലെ നായികയെ പോലെ നിൽക്കുന്നേ? ശ്രീനന്ദ മറുപടി കൊടുക്കാതിരുന്നപ്പോ അവൻ ഇത്തിരി ഗൗരവത്തിൽ വീണ്ടും വിളിച്ചു. ശ്രീനന്ദ, ഇനി ഇങ്ങനൊന്നും നോക്കി നിൽക്കില്ല. എങ്ങനെയൊന്നും നോക്കി നിൽക്കില്ലെന്ന്? മുഖം താഴ്ത്തി നിൽക്കില്ലെന്ന് പറ. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ തിരുത്തിച്ചു. ഒരു നിമിഷം ഇരുവരെയും മിഴികൾ തമ്മിൽ കോർത്തു. ശ്രീനന്ദയ്ക്കാണെങ്കിൽ പെട്ടെന്ന് വന്ന സങ്കടം പിടിച്ചു നിർത്താനായില്ല. ആ നിമിഷം നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അതിർവിന്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. തുടരും.